ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 2 തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒറ്റ വാർത്ത മാത്രമേ ഉള്ളൂ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊന്ന് നോക്കാം. ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ സുപ്രീം ലീഡറായിട്ടുള്ള അലി ഖമീനിയെ കൊല്ലപ്പെടുത്തിയതായി പ്രഖ്യാപിച്ചു. പിന്നീട് ഇറാൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാൻ പ്രസിഡന്റ് മൗസൂദ് പെസിസ്കാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ശക്തമായിട്ടുള്ള മറുപടി തുടരും എന്ന് പറഞ്ഞു. ഏതായാലും ഇപ്പോൾ ക്രൂഡ് ഓയിൽ തന്നെയാണ് വലിയ ഫോക്കസിലുള്ളത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $80 മുകളിലായിട്ടാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. അതായത് 10% നേട്ടത്തിലായിരുന്നു ഇന്ന് ഓപ്പണിംഗിൽ തന്നെ നമുക്കുണ്ടായിരുന്നത്. പക്ഷേ $78 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. വെസ്റ്റ് ഏഷ്യ പോലുള്ള പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദന മേഖലകളിൽ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ വില പെട്ടെന്ന് തന്നെ സ്പൈക്കാവും. ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ പ്രശ്നമുണ്ടാകുമോ, സ്ട്രൈറ്റ് ഓഫ് ഹാർമൂസ് വഴി കപ്പൽ ഗതാഗതം തടസ്സപ്പെടുമോ എന്നുള്ള ഭയമൊക്കെയാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസുകൾ ഇത്രയധികം സ്പൈക്ക് ആവാൻ കാരണമായത്. ഇന്ന് ഇന്ത്യൻ വിപണിയിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 25,189 എന്ന നിലയിൽ 96 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഇന്ന് 150 പോയിന്റ്സിലേറെയുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഇനി FIDA ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ FIA സാധാരണഗതിയിൽ ഇപ്പോൾ സെല്ലിങ്ങിൽ തന്നെയാണ്. ഇന്ന് വലിയൊരു സെല്ലിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള യുദ്ധമൊക്കെ വരുന്ന സമയങ്ങളിൽ ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എല്ലാവരും കാണുന്നത് ഗോൾഡിലുള്ള നിക്ഷേപങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ്, സിൽവർ തുടങ്ങിയവയിൽ നല്ല ഒരു സ്പൈക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗോൾഡ്, സിൽവർ ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ 2% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $66,000 ട്രേഡ് ചെയ്യുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ US മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യുന്നത് S&P 500 0.75% ഇടിവിലാണ്. കൂടാതെ യൂറോപ്യൻ വിപണിയിലേക്ക് വന്നാൽ ജർമ്മൻ, ഫ്രാൻസ് മാർക്കറ്റുകൾ 1% മുകളിൽ ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഏഷ്യൻ വിപണികൾ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇടിവിൽ തന്നെയാണെങ്കിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഉള്ള ഒരു ഇടിവിൽ നിന്നും ഒരു റിക്കവറി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 2% മുകളിലുള്ള ഒരു ഇടിവിലായിരുന്നു ഓപ്പൺ ചെയ്തതെങ്കിലും ഇപ്പോൾ 1% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഗൾഫ് കൺട്രീസിലെ പല സ്റ്റോക്ക് മാർക്കറ്റുകളും ഇനി വരുന്ന ദിവസങ്ങളിൽ ക്ലോസ്ഡ് ആയിരിക്കും. അബുദാബി സ്റ്റോക്ക് മാർക്കറ്റ് വരുന്ന 2 ദിവസങ്ങൾ ക്ലോസ്ഡ് ആയിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി ഒത്തിരിയേറെ കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അതിന് കൂടുതലായിട്ട് നമുക്ക് മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു ചെറിയ കാര്യം കൂടി ഒന്ന് പറയാനുള്ളത്, മാർച്ച് 8 മുതൽ ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതൽ ഓപ്ഷൻ സ്ട്രാറ്റജികൾ ഉൾപ്പെടെ OI അനാലിസിസ് ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിലൂടെയാണ് ഈ ബേസിക് കോഴ്സ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ഏറ്റവും ഫോക്കസിലുള്ള വാർത്ത നമ്മൾ പറയേണ്ടതില്ല. വെസ്റ്റ് ഏഷ്യയിലെ വലിയ ജിയോ പൊളിറ്റിക്കൽ ഷോക്ക് തന്നെയാണ്. അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ ശക്തമായിട്ട് തിരിച്ചടിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. സ്ഥിതിഗതികൾ ഇപ്പോൾ ആഗോള വിപണിക്കും പ്രത്യേകിച്ച് എനർജി മാർക്കറ്റിനും വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും പറയാനുള്ളത് ക്രൂഡ് ഓയിലിലെ വിലയിലുണ്ടായ വലിയ കുതിപ്പ് തന്നെയാണ്. ഓപ്പൺ ചെയ്തിരിക്കുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $80 ഓപ്പൺ ചെയ്തത്. പിന്നീട് ചെറിയൊരു ഇടിവിലേക്ക് പോയെങ്കിലും $78 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ബ്രന്റും WTIയും 7% മുകളിൽ നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യ ഇപ്പോൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഓരോ $10 വർധനവും ഇന്ത്യയുടെ വാർഷിക ഇറക്കുമതി ബിൽ ഏകദേശം $14 ബില്യൺ ഉയർത്തും എന്നുള്ള വലിയ ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇൻഫ്ലേഷൻ വർദ്ധിക്കും, ഫിസിക്കൽ ഡെഫിസിറ്റ് ഉയരാനും ഇതുവഴി സാധ്യതയുണ്ട്. ഇനി ഇന്ന് ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ച് തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയുണ്ട്. പക്ഷേ ഈ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഇന്ന് വിപണിയിൽ ഒരുപക്ഷെ കാണാൻ സാധിച്ചു എന്ന് വരില്ല. ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിലെ പാസഞ്ചർ വാഹന ഹോൾസെയിൽ ഡിസ്പാച്ചുകളിൽ 10.7% വർഷാന്തര വളർച്ച രേഖപ്പെടുത്തി. 2025 ഫെബ്രുവരിയിലെ 3,83,243 യൂണിറ്റുകളിൽ നിന്ന് 2026 ഫെബ്രുവരിയിൽ 4,24,292 യൂണിറ്റുകളിലേക്കാണ് ഉയർന്നിരിക്കുന്നത്.
മാരുതി സുസുക്കിയുടെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 0.1% വളർച്ച മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിനി സെഗ്മെന്റ് ഏകദേശം ഫ്ലാറ്റ് ആയിരുന്നു, അതായത് ഓൾട്ടോ തുടങ്ങിയ മോഡലുകളുടെ. കോമ്പാക്ട് സെഗ്മെന്റ് 9% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ യൂട്ടിലിറ്റി വാഹനങ്ങളിൽ 11.9% വർധനമാണ് വന്നിരിക്കുന്നത്, അതായത് ബ്രസ, എർട്ടിക തുടങ്ങിയ സെഗ്മെന്റുകളുടെ കാര്യമാണ്. അടുത്തതായി വേഗത്തിൽ വളരുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പനിയായി മാറിയത് ടാറ്റ മോട്ടോഴ്സ് ആയിരുന്നു. വളർച്ചയിൽ 34% വർധനമാണ് രേഖപ്പെടുത്തിയത്. ഇനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ ഇയർ ഓൺ ഇയറിൽ 19% വർധനവ് വന്നിരിക്കുന്നു. യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെന്റിലെ ശക്തമായിട്ടുള്ള മുന്നേറ്റം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത് ഹുണ്ടായ് മോട്ടോർ ഇന്ത്യയാണ്. ഇയർ ഓൺ ഇയറിൽ 9.8% വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ SUVകളെ കേന്ദ്രീകരിച്ചുള്ള കമ്പനികൾക്കാണ് മുന്നേറ്റം കാണുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് ലീഡർ ആയിരുന്നിട്ട് കൂടി മാരുതി സുസുക്കിയുടെ സെയിൽസിൽ ഒരു ഇടിവ് കണ്ടത്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റായും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇനി മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ഭാരതി എയർടെൽ. ഭാരതി എയർടെൽ ഗൂഗിളുമായി ചേർന്ന് പുതിയ മെസ്സേജിംഗ് സേവനം ആരംഭിക്കുന്നു. ഗൂഗിളിന്റെ RCS പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കൂടുതൽ ക്ലിയർ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇന്ററാക്റ്റീവ് മെസ്സേജുകൾ അയക്കാം. സ്പാം മെസ്സേജുകൾ, ഡിജിറ്റൽ ഫ്രോഡുകൾ കുറയ്ക്കാൻ ഇത് ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യും. അടുത്ത് ഗെയിൽ ഇന്ത്യ എന്ന കമ്പനിയാണ്. ഗെയിലിൽ ദീപക് ഗുപ്ത മാർച്ച് 1 മുതൽ പുതിയ ചെയർമാനും MDയുമായി ചുമതലയേൽക്കും. മറ്റൊരു കമ്പനി ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. കമ്പനി ഫിനാൻഷ്യൽ ഇയർ 2026 ഓഹരി 1-ന് 1.95 രൂപയുടെ ഇടക്കാല ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. മറ്റൊരു കമ്പനി ബ്രിഗേഡ് എന്റർപ്രൈസസ് ആണ്. കമ്പനി ചെന്നൈയിൽ ബ്രിഗേഡ് സ്റ്റെല്ലാരസ് എന്ന പേരിൽ റെസിഡൻഷ്യൽ പ്രൊജക്ട് ആരംഭിച്ചു. 1700 കോടി രൂപ മൂല്യമുള്ള ഈ പദ്ധതി 5.19 ഏക്കർ ഭൂമിയിലാണ്. അടുത്ത് നിവ ബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന കമ്പനിയാണ്. കമ്പനിക്ക് IRDAയിൽ നിന്നും ഒരു ഷോക്കേസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കമ്പനി മറുപടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ബാധിക്കില്ലെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അടുത്തതായി എലഗൻസ് ഇന്റീരിയേഴ്സ് എന്ന കമ്പനിയാണ്. കമ്പനിക്ക് 122.02 കോടി രൂപ വില വരുന്ന ഇന്റീരിയർ വർക്ക് ഓർഡർ നേടിയിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ മാത്രമാണ്. FIDA ആക്ടിവിറ്റിയിലേക്ക്. FIS വെള്ളിയാഴ്ച 7,536 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ സെല്ല് ചെയ്ത്. DIS അവിടെ 12,293 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. ഇനി നേരിട്ട് ചാർട്ടിലേക്ക് പോവാം. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ ഈ ഒരു ഡിസെൻഡിങ് ചാനൽ പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതിൻ്റെ ലോവർ എൻഡ് ടച്ച് ചെയ്തിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇനി ഡൗൺ സൈഡിൽ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതായി വരുന്നത്. ഇനി തിങ്കളാഴ്ച ഒരുപക്ഷെ നല്ലൊരു ഫോളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയും പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഡൗൺ സൈഡിലെ ഈ ഒരു സോൺ തന്നെയാണ്. ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ച തന്നെ നിഫ്റ്റിയിൽ ഒരു പുൾ ബാക്ക് ലഭിച്ച ഒരു സോണും ഇത് തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു സോണിൻ്റെ അപ്പർ എൻഡിൽ നിന്നും ഒരു പുൾ ബാക്ക് ലഭിക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സോണിനുള്ളിൽ വന്നതിന് ശേഷം ഒരു റിവേഴ്സൽ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇനി നിഫ്റ്റിയുടെ ആക്ടിവിറ്റി എത്തരത്തിലായിരിക്കും എന്നതിൻ്റെ ചില സാധ്യതകളാണ് നമ്മൾ പറഞ്ഞത്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റിയുടെ ആക്ടിവിറ്റി നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 60,529-ൽ 659 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ടത് ഫെബ്രുവരി 16 തീയതിയിലെ ആ ഒരു ലോങ് ഗ്രീൻ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് സോൺ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. പിന്നീട് ഡൗൺ സൈഡിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരാൻ സാധ്യതയുള്ളത് 58,598 നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും ആ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.